ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ. എന്നാൽ ഈ മത്സരങ്ങൾ ഇപ്പോൾ സ്പോർട്സ് എന്നതിലുപരി രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണെന്ന ഗുരുതര വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ മുൻ ക്രിക്കറ്റ് നായകൻ മൈക്ക് അതോട്ടൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ ടൂർണമെന്റുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഏറ്റുമുട്ടുന്ന തരത്തിൽ മത്സരാക്രമം തയ്യാറാക്കുന്നതിലെ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാണ് അതോട്ടൻ ആവശ്യപ്പെടുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ആളിക്കത്തുന്ന വിധം ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് ഒരു കായിക സംഘടനയ്ക്ക് ചേർന്ന നടപടിയല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഏഷ്യ കപ്പിൽ ഉൾപ്പെടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറഞ്ഞ കാലയളവിൽ 3 തവണ ഏറ്റുമുട്ടേണ്ടി വന്നതിന്റെ പശ്ചാത്തലത്തിലും ഈ മത്സരങ്ങൾക്കിടയിലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അതോട്ടന്റെ ഈ പ്രതികരണം. 2013 നടന്ന എല്ലാ ICC ടൂർണമെന്റുകളിലും ഇന്ത്യ പാക് പോരാട്ടം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അനിവാര്യമാണ് എന്ന തരത്തിലാണ് മത്സരക്രമം ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് യാദർച്ഛികമല്ല, മറിച്ച് ICCയുടെ ബോധപൂർവമായ നടപടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ക്രിക്കറ്റിലൂടെ സമാധാനവും സന്തോഷവുമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ സംഘർഷത്തിനുള്ള ഉപാധിയായി മാറുകയാണ്. ഇതിന്റെ പ്രധാന ഉത്തരവാദിത്തം ICCക്ക് തന്നെയാണ്. കാരണം സാമ്പത്തിക ലാഭത്തിനായി നടത്തുന്ന ഇത്തരം ചൂഷണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. വലിയ വരുമാനം ലഭിക്കുന്ന ഈ മത്സരങ്ങൾ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ നടത്തുന്നതിലൂടെ ടൂർണമെന്റിന്റെ മൊത്തത്തിലുള്ള വരുമാനത്തെ വർദ്ധിപ്പിക്കുകയാണ് ICC ചെയ്യുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുന്ന മത്സരത്തിൽ മത്സരക്രമം തയ്യാറാക്കരുതെന്നും അതോട്ടൻ ശക്തമായി ആവശ്യപ്പെട്ടു. മൈക്ക് അതോട്ടന്റെ വിമർശനങ്ങൾക്ക് ആധാരമായ സംഭാവനകളാണ് സമീപകാലത്തെ ഏഷ്യ കപ്പിൽ അരങ്ങേറിയത്. ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾക്ക് ശേഷം കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹസ്തദാന വിവാദം. പാകിസ്ഥാനെതിരായ ആദ്യ മത്സരത്തിനൊടുവിൽ പാക് താരങ്ങളുമായി ഹസ്തദാനം ചെയ്യാൻ ഇന്ത്യൻ താരങ്ങൾ വിസമ്മതിച്ചത് വലിയ ചർച്ചാ വിഷയമായി. കായിക മര്യാദയ്ക്ക് എതിരാണെന്ന് പലരും ഇതിനെ വിമർശിച്ചപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് താരങ്ങളുടെ തീരുമാനത്തിന് പിന്നിലെന്നും വിലയിരുത്തലുണ്ടായി. പിന്നീടുള്ളത് കിരീടം നിഷേധിക്കലാണ്. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയിച്ചെങ്കിലും ഇന്ത്യൻ ടീം കിരീടം ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചത് വിവാദങ്ങൾക്ക് തീവ്രത കൂട്ടി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മൊഹ്സെൻ നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കില്ലെന്ന് ഇന്ത്യൻ ടീം ഔദ്യോഗികമായി അറിയിച്ചു. നഖ്വി പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് എന്നതും അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ് പദവി വഹിക്കുന്നു എന്നതുമാണ് ഇന്ത്യൻ ടീം ഈ നിലപാടെടുക്കാൻ കാരണമായത്. ഒരു പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാവിന്റെ കയ്യിൽ നിന്ന് കിരീടം സ്വീകരിക്കുന്നത് രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന വിലയിരുത്തൽ BCCIക്ക് ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് രാഷ്ട്രീയ മാനം കൈവരുന്നത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വൈകാരികമായ അകലം സൃഷ്ടിക്കാൻ ഇത്തരം വിവാദങ്ങൾ കാരണമാവുകയും ഇത് കളിയുടെ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനോടകം തന്നെ ടൂർണമെന്റിന്റെ വേദികളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി ICC നടത്തുന്ന ഷെഡ്യൂൾ ക്രമീകരണങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന മൈക്ക് അതോട്ടന്റെ വിമർശനത്തിന് വലിയ പ്രസക്തിയുണ്ട്. കായിക മാമാങ്കങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനെ വേദിയാക്കരുത് എന്ന ശക്തമായ സന്ദേശമാണ് ഈ മുൻ ഇംഗ്ലണ്ട് നായകൻ നൽകുന്നത്.